സംസ്ഥാനത്ത് മോട്ടോർ വാഹന നിയമങ്ങൾ അതീവ കർശനമാകുന്നു. മാറ്റം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഒരു വർഷം 5 തവണ നിയമം ലംഘിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴയടയ്ക്കാൻ 45 ദിവസത്തെ സാവകാശം മാത്രം. വീഴ്ച വരുത്തിയാൽ വാഹനം ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഉടമസ്ഥാവകാശ കൈമാറ്റവും ഫിറ്റ്നസും തടയും. വാഹനം ആരോടിച്ചാലും RC ഉടമയ്ക്കെതിരെയാകും നടപടിയെന്നും പുതിയ നിയമം അടിവരയിടുന്നു. അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, കൂടുതൽ കർശനമാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? റോഷ്നി, നിലവിലിപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റി മന്താണ്. റോഡ് സേഫ്റ്റി മന്തുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ മോട്ടോർ വാഹന വകുപ്പ് നടത്തി വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് റോഡുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നിലവിലിപ്പോൾ ഈ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി ഒരു വർഷം 5-ൽ കൂടുതൽ തവണ നിയമലംഘനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ വണ്ടിയുടെ RC ഓണർ ആരാണോ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർച്ചയായി 5 തവണ ഇത്തരത്തിൽ ഈ നിയമലംഘനം നടത്തുകയാണെങ്കിൽ അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി മുതൽ റദ്ദ് ചെയ്യും. ജനുവരി 1 മുതൽ 2026 ജനുവരി 1 മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല, നിലവിലിപ്പോൾ ഈ ചെല്ലാനുകൾ, അതായത് 5 ചെല്ലാനുകൾ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെല്ലാനാണെങ്കിൽ പോലും ഫൈൻ അടയ്ക്കുന്നതിന് 45 ദിവസത്തെ സമയം മാത്രമായിരിക്കും നൽകുക. 45 ദിവസം കഴിഞ്ഞും ഫൈൻ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. തുടർന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വാഹനങ്ങൾക്ക് പിന്നീട് അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫിറ്റ്നസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടോ റീടെസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും എടുക്കുന്നതിനോ അതിന് അനുവദിക്കില്ല. പരിവാഹൻ വഴിയുള്ള ഒരു സേവനവും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട വാഹനങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല, എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളതാണ്. ഈ ചലാനിൽ പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള പരാതികൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടിയല്ല മറ്റേതെങ്കിലും വാഹനത്തിനാണ് ഇത്തരത്തിൽ നമ്പർ മാറി എങ്ങാനും ഫൈൻ വന്നതാണെങ്കിൽ പോലും അത് കോടതിയിൽ നൽകേണ്ട സമയം നൽകിയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ തന്നെ ചലാനുകളിൽ പരാതി ഉണ്ടെങ്കിൽ ആ ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാം. മാത്രമല്ല, താനല്ല, തൻ്റെ വണ്ടിയല്ല എന്നുള്ള കാര്യം കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വാഹനങ്ങൾ അത് ഇനി നിരത്തിലിറക്കുമ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണം, കരുതൽ വേണം എന്നുള്ളതാണ്. ഇനി നിയമലംഘനങ്ങൾ 5 തവണ കൂടുതലായി കഴിഞ്ഞാൽ ഉറപ്പായും വാഹനം ഓടിക്കുന്നയാളുടെ RC ഓണറുടെ ആ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ റദ്ദാക്കും എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. റോഷ്നി, അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പൊ നിയമലംഘനം നടത്തുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക, പണി വരുന്നുണ്ട് അവർ.